ഇത് കൈ കൊണ്ട് തൊടാൻ തന്നെ പേടിയാണ്. എന്റെ കയ്യിലേക്ക് അലമ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. ഇനിയിപ്പോ ഇതൊന്ന് ഞെക്ക് പിച്ചു എല്ലാം ചെയ്യാം. ഈ ഫോണിന് എത്ര രൂപ വരും? അപ്പൊ ടോട്ടല് റേറ്റ് പറ. വില കൂടിയ 2 ഫോണുകളുടെ ഉടമ. ഓണത്തിന് പ്ലാൻ ചെയ്തതാണെങ്കിലും അതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഞാൻ എനിക്കായി ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ചില അസുലഭ നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. സ്വപ്നങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സ്വന്തമായി നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊട്ടും ചെറുതല്ല അല്ലേ. അപ്പോൾ അത്തരം ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഓക്സിജനിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ഐഫോണ് പിന്നെ എൻ്റെ ലാപ്ടോപ്പൊക്കെ ഞാൻ മേടിച്ചത് ഇവിടെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് വീണ്ടും ഈ ഒരു പർട്ടിക്കുലർ എൻ്റെ ഡ്രീം ക്യാച്ചിങ് മൊമെൻറ്റിന് ഞാൻ തിരഞ്ഞെടുത്തതും അവിടെ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പ്രൊമോഷനാണെന്ന്. ഒരിക്കലും പ്രൊമോഷനല്ല. ഞാൻ പൈസ കൊടുത്തതിന് ശേഷമൊക്കെയുള്ള ബില്ലൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, അതൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫോൺ ഉണ്ടല്ലോ, അത് 7 വർഷത്തിലധികമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരികയായിരുന്നേ. ഇപ്പോൾ അതിന് ചില കംപ്ലൈൻ്റ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് ഒരു പുതിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് നല്ല ക്യാമറയും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഫോണാണ് ഞാൻ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പൈസയൊക്കെ റെഡിയാകാനും കുറച്ച് സമയമൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഓണം എത്തുന്നവരെ കാത്തിരുന്നില്ല, അതിന് മുമ്പേ എടുത്തു കേട്ടോ. ഇനി ഇതേ നമുക്ക് തുറന്ന് കാണാം. അങ്ങനെ എൻ്റെ സ്വപ്നത്തിൻ്റെ വാതിലുകൾ ഓരോന്നായി ഇതേ തുറക്കുകയാണ് കേട്ടോ. ഹാപ്പി മീ. എൻ്റെ ഫോൺ അങ്ങനെ ഫൈനലി അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഏതാ മോഡലെന്ന് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും. യെസ്, നമ്മുടെ സാംസങ് S25 FE ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സെറിമണിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര ഹാപ്പിയാന്ന് നോക്കി. ഞാൻ ഇതുപോലുള്ള ഗാഡ്ജറ്റുകളൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളതും ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഓപ്പണിംഗ് മൊമെൻ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് നമുക്ക് വരണമെന്ന് അറിയാം. അതേ ആ വെൽക്കം എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ആ ഒരു എത്ര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണെന്ന് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറമാണ് ആ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫോണൊക്കെ നമ്മൾ ഡെലിവറി എടുത്തു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്, ഹാപ്പിയായി പോവാണ് കേട്ടോ. ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്തിട്ടുള്ള ദൈവത്തോടുള്ള എൻ്റെ റിഗാർഡും ഒക്കെയാണ്. അങ്ങനെ എല്ലാം ചേർന്ന ഒരു മിക്സഡ് ഇമോഷനാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. എന്റെ പൊന്നെ, ഇത് അപ്പയ്ക്ക് മൈക്ക് വെച്ചാരാ? എനിക്ക് വെച്ചു. ഇത് കൈ കൊണ്ട് തൊടാൻ തന്നെ പേടിയാ. ഞാൻ മേടിച്ച പുതിയ ഫോൺ എന്റെ കയ്യിലേക്ക് അലമ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. സാംസങ് ഗാലക്സി S25 FE. അത് തന്നെ. ഓ, ആപ്പിൾ മറ്റത് 14 Pro Max. ഇത് ഇതിന്റെ പാക്കിംഗ് ആണ്. അത് അതിന്റെ കേബിൾ ആണ് അതിനകത്തുള്ളത്. ഇതിന്റെ കൂടെ ഒരു കേബിൾ ഉണ്ടാവും. ഇതൊരു ശരിക്കും ഒരു പാക്കിങ്ങിന്റെ ഇഫക്റ്റ് ആണ് അതിന്. കവറൊക്കെ ഇട്ടോ? കവറ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നില്ല അല്ലേ? ഇല്ല. 1 2 3 ക്യാമറ പ്ലസ് ഇത് സെൽഫി അല്ലേ? അത് സെൽഫിയുടെ അല്ല, അതും വേറെന്തോ ആണ്. സെൽഫിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാൻ പാടില്ല എന്നാണ്. ഈ ക്യാമറ ഏതായാലും അതിഗംഭീരമാണ്. കളറ് ബ്ലാക്കാ. അത് കുഴപ്പമില്ല. സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്, നല്ല കട്ടിയുള്ള സ്ക്രീൻ ഗാർഡ് ഇട്ടു അല്ലേ? ഇനി കവറ് തന്നെ. ഇനിയിപ്പോ ഇതൊന്ന് ഞെക്ക് പിച്ചു എല്ലാം ചെയ്യാം. 512 GB ഉണ്ട് ഇതിന്റെ മെമ്മറി. താഴെ സ്വൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ തന്നെ സ്വൈപ്പ് ചെയ്താ അത് പെട്ടെന്ന് പോകും. കൂട്ടി ഇടണം. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഫോണിന്റെ ഗാലറിയിലേക്ക് നോക്കൂ. ഗാലറി ഓപ്പൺ ചെയ്താ ഫോട്ടോസൊക്കെ സാമ്പിൾ ഞാൻ ചിലതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫോട്ടോസാ. നല്ല ഭംഗിയുണ്ട്. അമ്മയ്ക്ക് ഫോൺ ഇഷ്ടപ്പെട്ടോ? നല്ല ഫോണാ. കളറും ഇഷ്ടപ്പെട്ടു. പഴം നമ്മുടെ ടേബിൾ മാറ്റ്. ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കിയത് സേമിയ ഉപ്പുമാവ് വിത്ത് വെജിറ്റബിൾസ്. അത് പെസഹാപ്പാൽ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ, അത് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചതാ. മറ്റേ ഫോണിൽ മെമ്മറി ഇല്ലാത്ത കാരണം.
ഉണക്കലരി പെസക ആവി അങ്ങനെ പൊങ്ങണല്ലോ. കഴിഞ്ഞ കൊല്ലത്തേത്. പെസക കഴിഞ്ഞ വർഷത്തെ അത് ഉണക്കലരി ഈ ഫോണിന് എത്ര രൂപ വരും? എക്സ്റ്റൻഡ് വാറണ്ടി അടക്കം പിന്നെ ആ ടൈമിൽ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി അറൗണ്ട് ഒരു 76,000 ഒക്കെ മുടക്കിയിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ സ്ക്രീൻ ഗാർഡ്, ബാക്ക് കവർ, ഇയർഫോണ് അതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പൊ ടോട്ടല് റേറ്റ് പറ. എക്സ്ട്രാ ഫിറ്റിങ്സും എല്ലാം കൂടി ചേർത്ത് 77,000 അറൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പം പിന്നെ റേറ്റിനൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഫോൺ എപ്പോഴും ഇങ്ങനെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. കാറ് വാങ്ങുന്ന പോലെ തന്നെയാണ്. ഒരു വില കൂടിയ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സും ഇതുപോലെ പല സംഗതികളൊക്കെ മേടിക്കേണ്ടി വരും. ഈ ചാർജിങ് അഡാപ്റ്റർ എനിക്ക് ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ളത്, ഇതിന് പറ്റിയത് കേട്ടോ. അതുകൊണ്ട് അത് വാങ്ങേണ്ടി വന്നില്ല. ഇതിനകത്ത് കേബിൾ മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ അതും അഡീഷണൽ വാങ്ങേണ്ടി വന്നേനെ. അപ്പം പൈസ കുറച്ചുകൂടി ആവും. ആപ്പിൾ ഒന്ന്, പ്രോ മാക്സ് ഒന്ന്, ഇത് വേറൊന്ന് ആപ്പിൾ 14 പ്രോ മാക്സ്. പ്രോമാക്സ്. ഇത് ആപ്പിൾ അന്നേരം ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് മേടിച്ചത്. ഇത് ഫ്ലാഗ്ഷിപ്പ് അല്ല, ഇത് തൊട്ട് താഴെയുള്ളതാണ്. എങ്കിലും ഒരു 80% ഫീച്ചേഴ്സ് ഒക്കെ ഫ്ലാഗ്ഷിപ്പിന്റെ ഇതിൽ കിട്ടും. ഇത് ഓഫ് ചെയ്യണം. മോട്ടോറോളയുടെ അത് ജസ്റ്റ് സ്ക്രീൻ ഞാൻ ഉപയോഗിക്കാനുള്ള കുഴപ്പമില്ല. വെച്ചേരാ. ഇത് എന്നാന്ന് വെച്ചാൽ മറ്റേ ഫോൺ അങ്ങ് മോശമായില്ലേ. മോട്ടറോള അല്ലായിരുന്നു അതിന് മുമ്പ്. അതെ 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 അതെ. അത് അത് പേഴ്സണൽ ഫോൺ. ഇത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം എഡിറ്റിംഗും ഒക്കെ വരുമ്പോ ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടെ ഒരു ആപ്പിളിൽ ശരിയാവണില്ല. സാറ്റർഡേ സൺഡേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ എഡിറ്റ് ചെയ്യാനും കൂടെ വരുമ്പോഴേക്കും അതില് ചിലപ്പോ ഫ്രീ ആവില്ല. നിന്റെ പഴയ ഫോൺ എനിക്ക് തന്നേരം. അത് വർക്കാവില്ല, ക്യാമറയൊന്നും തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കൊണ്ടുപോയി. അതാണ് ഫോൺ. സംഗതി കൊള്ളാം. ഇപ്പൊ 2 ഫോണിന്റെ ഉടമയാണ്. അതെ, രണ്ടല്ല, ഫോണിന്റെ ഉടമ. രണ്ടല്ല, വില കൂടിയ 2 ഫോണുകളുടെ ഉടമ. അങ്ങനെ വേണം പറയാൻ. പ്രീമിയം ബ്രാൻഡ്. അതെ, പ്രീമിയം ബ്രാൻഡ്. ഒന്ന് ആപ്പിള്, ഒന്ന് സാംസങ്. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട. ഇനിയിപ്പ മറ്റേത് ആപ്പിളല്ലേ ലാപ്പ. അപ്പം ഞാൻ ചോദിച്ചത് അപ്പം കൊള്ളാം. അപ്പം കൊള്ളാം. ബൈ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനൊരു നല്ലൊരു കവറ് ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന്. അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നിട്ട് എനിക്ക് വന്നു. എനിക്ക് അടിപൊളിയൊരു കവറാണ് വന്നത് കേട്ടോ. ആ കവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ലെൻസ് കവറായിട്ടിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാതെ ഒരു യൂസൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മൾ ഡെസ്കിലൊക്കെ വെറുതെ വെക്കില്ലേ, ടേബിളിലൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മൾ വെക്കില്ലേ. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ലെൻസ് ഓപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അതൊരു ബുദ്ധിമുട്ടല്ലേ, വല്ല സ്ക്രാച്ച് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലെൻസ് കവർ ചെയ്യുന്ന ഒരു സാധനം അതിനകത്തുള്ള ഒരു കവറാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തെല്ലാം ആ ലെൻസ് ഇങ്ങനെ കവറായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്കത് വളരെ ഇഷ്ടമായി കേട്ടോ. ആ കവറും നല്ല അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു കവറാണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാലും അതിൻ്റെ ലെൻസ് ഇങ്ങനെ കവറായിട്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. ചുമ്മാ വെറുതെ ടേബിളിലൊക്കെ ഇങ്ങനെ ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണത്. കാരണം അല്ലെങ്കിൽ ഈ ലെൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയെല്ലാം എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് വീഴുമോ എന്നൊക്കെ. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പേടി ഒഴിവാക്കാം. ഫോട്ടോ എടുക്കേണ്ട സമയത്ത് മാത്രം നമ്മൾ ആ ഒരു കവറ് മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ലെൻസ് ഓണായി കിട്ടും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് ഇപ്പം കേട്ടോ. അതുകൊണ്ട് അത് സൂപ്പറാണെന്ന് എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുള്ളൂ, അത്രയും സൂപ്പറാണ് അതിൻ്റെ ആ ഒരു ലെൻസ് കവർ ചെയ്യുന്ന ഭാഗം കേട്ടോ. ഈ കവറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറും അത് തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഈ സ്റ്റാൻഡൊക്കെ വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും ഫോൺ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പം എല്ലാ കവറുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ലെൻസ് കവറാവുന്ന ഒരു ഫീച്ചർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ്. അത് ബോത്ത് ഫോട്ടോയിലും അതെ വീഡിയോയിലും അതെ രണ്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പോർട്രേറ്റ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി എടുത്ത ഓണം ഷൂട്ടൊക്കെ ഇല്ലേ, അത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ.
സ്ലോ മോഷനൊക്കെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമൽ ഒരു വീഡിയോ എടുത്തിട്ട് അത് സ്ലോ മോഷനിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുക ചെയ്തത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നോർമലി ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ അതിന് ശേഷം അത് ആ സെയിം വീഡിയോ തന്നെ സ്ലോ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ രീതിയിൽ അങ്ങനെ ക്ലാരിറ്റി ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, അതിൽ നിന്നും വലിയ രീതിയിൽ ക്ലാരിറ്റിക്ക് ഡിപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ചിലപ്പോൾ നമ്മൾ ഈ സ്ലോ മോഷൻ ഫീച്ചർ ചില ഫോണുകളിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചത്ര ക്ലാരിറ്റി കിട്ടണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ. ചിലപ്പോൾ ചിലർക്കത് പുതിയ ഫോണിലൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. എനിക്ക് പലപ്പോഴും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നോർമലി എടുത്തിട്ടുള്ള ഒരു വീഡിയോ അതേ ക്ലാരിറ്റിയോടുകൂടി തന്നെ സ്ലോ മോഷനിലേക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ട സ്ലോ മോഷൻ വീഡിയോ എല്ലാം ഞാൻ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഞാൻ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നോർമലി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എത്ര ഭാഗം എനിക്ക് വേണോ അത്രയും ഞാൻ ലോങ് പ്രസ് ചെയ്തിട്ട് ആവശ്യം കഴിയുമ്പോൾ അത് വിടുക. എന്നിട്ട് അവിടെ ഒരു സേവ് ബട്ടൺ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്ലോ മോഷൻ ആയി കഴിഞ്ഞു.